എന്തെല്ലാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മുടെ പാരന്റിങ്ങിന്റെ പുതിയൊരു സെഷനാണ്. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ? ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണടക്കാം. ഓക്കെ, ബ്രീത്തിങ്. ശ്വാസമുള്ളിലേക്ക് എടുക്കുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, 2 സെക്കൻഡ്. ഒന്ന് കണ്ണുകൾ തുറന്നോളൂ. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ചിട്ട് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് മടിയിൽ വെക്കുക. എന്നിട്ട് കണ്ണടച്ചിട്ട് നട്ടെല്ല് നിവർന്നിരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ? യെസ്. ബ്രീത്തിങ്. ശ്വാസമുള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ഓൺ. ഒന്ന് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. വൺസ് അഗൈൻ. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. അപ്പൊ ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. ഒന്ന് മനസ്സിൽ കാണാം. അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഓരോ മാലിന്യങ്ങളും ഓരോ അഴുക്കും നെഗറ്റീവ് എനർജീസും നമ്മൾ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് കളയുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ബ്രീത്തിങ്. ശ്വാസമുള്ളിലേക്ക് എടുക്കുന്ന ദൈവത്തിൽ നിന്നുള്ള സ്വർണ്ണ പ്രകാശം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ശരീരം മുഴുവൻ പ്രവേശിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള ആകെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്രീത്ത് ഔട്ട് സ്ലോലി. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഓരോ നെഗറ്റീവ് എനർജീസും പുറത്തേക്ക് പോകുന്നുണ്ട്. ഒന്നുകൂടെ ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓക്കെ, സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങള് ആഗ്രഹിക്കുന്ന തരത്തില് ഉള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോവാം. നിങ്ങളുടെ ഹാപ്പി ഫാമിലി പിക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അതിൽ നിങ്ങളുടെ മക്കളുണ്ട്. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ്, വീട്ടിലെ മറ്റു അംഗങ്ങള്, അവരുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ വളരെ സ്വസ്ഥതയിലും സമാധാനത്തിലുമാണ്. എല്ലാം മറന്ന് അവരുടെ കൂടെ നിങ്ങൾ ആസ്വദിക്കുകയാണ്. ഓക്കെ, ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് സ്ലോലി. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. പതിയെ നമുക്ക് തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് സ്ലോലി. കൈകൾ രണ്ടും കൂട്ടിയിഴച്ചിട്ട് കണ്ണിന് മുകളിൽ വെച്ചിട്ട് പതിയെ തിരിച്ചു പോരും. എല്ലാരും ഹാപ്പി ആണല്ലോ? യെസ്. അപ്പോ എല്ലാവരുടെയും പ്രോബ്ലം മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവരെ എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പറഞ്ഞിട്ട് കേൾക്കണില്ല. പഠിക്കാൻ പിന്നോക്കത്തിലാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇതില് എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഇവരങ്ങനെ ആയിപ്പോയത്? എപ്പോഴും ദേഷ്യത്തിന്റെ ഭാഷയിൽ ഇവര് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാന്നറിയോ? നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ദേഷ്യത്തിന്റെ ഭാഷ എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. മക്കൾ ഒരിക്കലും നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല അവർ ചെയ്യുക. നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് അവരെ നന്നാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയൂല. അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി കണ്ടിട്ട് പ്രവർത്തിക്കാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ അത് ചെയ്യേ, ഇത് ചെയ്യേ, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അതാക്കരുത്, ഇതാക്കരുത്, വെറുതെ നമ്മളിങ്ങനെ നോ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത് എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതല്ല നിങ്ങൾ ഇത്. പക്ഷെ അവർ ചെയ്യുന്നതും അവർ എന്താ പറയാ ഏറ്റെടുക്കുന്നതും നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല. അത് അവർക്ക് കേട്ട് 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 ആ ഒരു മടുപ്പ് വരികയാണ്. അപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് അവർ നിങ്ങളെ കണ്ടു പഠിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് അവര് കുട്ടിക്കാലം മുതൽ നിങ്ങൾ കണ്ടുപഠിക്കുകയാണ്. എപ്പോ മുതലാണ് ഇവര് വലിയ കുട്ടികളായി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയത്? ഏ
നിങ്ങൾ എന്തോ വലിയ സംഭവമായി എന്നുള്ളത് തോന്നാൻ തുടങ്ങിയത് മുതലാണ് ഇവരും എന്തോ വലിയ സംഭവമായി എന്നുള്ളത് തോന്നാൻ തുടങ്ങിയത്. കാരണം ഒരു കുട്ടിയെ നമുക്ക് ജനിച്ചു വീണപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ നമ്മൾ അവരെ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഒരു സയന്റിസ്റ്റിന്റെ കണ്ണോട് കൂടിയിട്ടാണ് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്, ആണല്ലോ. അപ്പോ ഒരു സയന്റിസ്റ്റിന്റെ കണ്ണോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ കഴിയുക. കാരണം അവര് കുട്ടികളാണ്, അവരുടെ ഭാഗത്ത് നിന്നും പല പ്രശ്നങ്ങൾ ഉണ്ടാവും, പല തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ ക്ഷമിക്കാനും പൊറുക്കാനുള്ള കഴിവ് ആർക്കാ വേണ്ടത്? നമുക്കാണ് വേണ്ടത്. അതില്ലാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ ഹൃദയം വിശാലമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനുള്ള കഴിവില്ലാത്തത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫോർഗീവ്നെസ്സിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട് തന്നെയാണ് ഓരോ കുട്ടി ജനിക്കുമ്പോഴും നമ്മൾ കാണാൻ തുടങ്ങാം. കാരണം ആ കുട്ടി ഓരോ സമയത്തും കമന്ന് കിടക്കുന്ന സമയത്ത്, മുട്ടുകുത്തുന്ന സമയത്ത്, നീറ്റ് നിൽക്കുന്ന സമയത്ത്, എന്റെ കുട്ടി അത് ചെയ്തു ഇത് ചെയ്തു, നമ്മൾ നമ്മുടെ പാരന്റ്സിനെ വിളിച്ച് പറയാറുണ്ട്, ഉണ്ടല്ലോ. പല്ല് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കുഞ്ഞു 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 മാറ്റങ്ങളും ഇവരിൽ ഇങ്ങനെ നോക്കി കാണാറുണ്ട്. അത് നമ്മൾ വല്ലാണ്ട് ആസ്വദിക്കാറുമുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എപ്പോ മുതലാണ് ഇവരെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് മാറാൻ തുടങ്ങിയത്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങിയത്? ഏ അതെപ്പോ മുതലാ? മിക്കവാറും മക്കള് നമ്മള് സ്കൂളിൽ ചേർത്തിയെന്ന് മുതലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. LKG വരെ ഇവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താക്കും? നമ്മൾ ഭയങ്കര ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നതായിക്കോട്ടെ, ഇവർ ചെയ്യുന്നതായിക്കോട്ടെ, വഴക്കുണ്ടാക്കുന്നതായിക്കോട്ടെ, പലപ്പോഴും നമുക്ക് അതെല്ലാം ആസ്വദിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷേ ഇവരെ സ്കൂളിൽ അങ്ങ് ചേർത്തി കഴിയുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അതെന്തുകൊണ്ടാ? മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അതെല്ലാവർക്കും അറിയാം. മാതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും സ്കൂളിൽ പറയാറുണ്ട്, ടീച്ചേഴ്സ് പറയാറുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇപ്പത്തെ പിള്ളേരെ കൊണ്ടു നടക്കണേ കുറച്ച് പ്രയാസം. എന്തുകൊണ്ടാ പറയേണ്ടി വരുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാന്നറിയോ? മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങള്, കിട്ടേണ്ട കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് കിട്ടിയ കുട്ടിക്ക് സ്കൂളിൽ എത്തുമ്പോ എന്താക്കും? അത്ര ബുദ്ധിമുട്ട് വരില്ല ടീച്ചേഴ്സിന്. കാരണം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയതിന് ശേഷമാണ് ഗുരുവിൽ എത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്നായിരിക്കും അടിപൊളിയായിട്ട് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവാൻ തയ്യാറാവും എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് എപ്പോഴും പ്രശ്നം വരുന്നത്? നമ്മുടെ പാരന്റിങ്ങിലാണ് പ്രശ്നം വരുന്നത്. ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റിക്കഴിഞ്ഞാല് എന്തെങ്കിലും ചെറിയ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടുന്നതും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടുന്നതും രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട്, ഉണ്ടല്ലോ. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ പറയും ഓക്കെ കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിക്കോളാം എന്നുള്ളത്. പക്ഷെ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാലോ നമ്മൾ അവിടെ അങ്ങ് പൊട്ടിത്തെറിക്കും. എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ സമാധാനത്തോട് കൂടിയിട്ട് എന്ത് ഉണ്ടായി എന്ന് ചോദിക്കാറുണ്ടോ? സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയില് ഈ കുട്ടിനെ അങ്ങനെ വികൃതി കാട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാട്ടിയില്ലേ ഇങ്ങനെ കാട്ടിയില്ലേ എന്ന് പറയാണ്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇവരൊന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്തേ പൊന്നെ ഉണ്ടായത്, ഇന്ന് എന്തേ സംഭവിച്ചത്, ഒന്ന് പറഞ്ഞാണി എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ പറയിപ്പിക്കും ഇങ്ങനെ പറയും, അതാണ് കൂടുതലും ഉണ്ടാവാറില്ലേ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയോ ആണ്ട് മനസ്സിലാക്കും ഞാൻ ഇത്രയേ ഉള്ളൂ, ഇനി ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ളത് അവരുടെ ഉള്ളിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ്. അപ്പോ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട് കാണണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം? എങ്ങനെ ആയിരിക്കണം? ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടല്ല ഈ കാണുന്ന ബൾബ് ആയിക്കോട്ടെ ഫാൻ ആയിക്കോട്ടെ നമ്മുടെ മുന്നിൽ വരുന്നത്. ഒരുപാട് തവണ കഠിനാധ്വാനം ചെയ്തു പലപ്പോഴും ഫെയിലായി പോയി, വീണ്ടും ഉണ്ടാക്കി വീണ്ടും ഫെയിലായി പോയി, അങ്ങനെയാണ് ഓരോ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത്, ആണല്ലോ. ഒന്നോ രണ്ടോ തവണ ഇവരത് നോക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. സ്കൂള് നമുക്ക് പലപ്പോഴും എൻ്റെ കുട്ടി ഏറ്റവും ബെസ്റ്റ് ആവണം, ഏറ്റവും ഫസ്റ്റ് ആവണം എന്നുള്ള തോട്ട് നമ്മൾ ഉള്ളിൽ വെക്കുന്നത് കൊണ്ടാണ് ഇവരെ നമുക്ക് പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ച് പഠിപ്പിക്കേണ്ടി വരുന്നത്. ഇവരെ പഠിപ്പിക്കുന്ന രീതിയിൽ ഒരേ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടി പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതി ഒന്ന് മാറ്റി പിടിക്കുക.
ഇന്ന് പല കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആവണം. നിങ്ങൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റിങ്ങും അപ്ഡേറ്റ് ആവുള്ളൂ, നിങ്ങളുടെ മക്കളും അപ്ഡേറ്റ് ആവുള്ളൂ. ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അപ്പൊ എൻ്റെ അമ്മ ന്യൂജനാണ് എന്ന് കുട്ടികൾ പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താവണം? നിങ്ങൾ അപ്ഡേറ്റ് ആവണം. എങ്ങനെ അപ്ഡേറ്റ് ആവുക? യൂട്യൂബിലെ റീൽസും കാര്യങ്ങളും കണ്ടിരുന്ന് നമ്മൾ അപ്ഡേറ്റ് ആവൂല. അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ, പക്ഷെ അത് കണ്ടെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തോട്ട് കൊടുക്കുക. എന്റെ കുട്ടീനെ ഏതെല്ലാം രീതിയിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പല ഐഡിയാസ് നിങ്ങൾക്ക് കത്തും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ മനസ്സിൽ കൊടുക്കുന്നത് എന്താ? കുറച്ച് പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന എന്റെ കുട്ടിക്കൊന്നും കിട്ടണില്ലല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ, ഒന്നും കിട്ടണില്ലല്ലോ. ഇതൊരു അഫർമേഷൻ ആണ്, ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന ആ കുട്ടിക്ക് കിട്ടൂല. എപ്പോഴും എന്റെ കുട്ടി ബെസ്റ്റാണ്, നാളത്തെ നേതാവാണ്, ലോകം അറിയപ്പെടുന്ന കുട്ടിയാണ് എന്റെ കുട്ടി എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഉള്ളിൽ കൊടുത്തു നോക്കി, നിങ്ങൾക്കും നല്ല സമാധാനം ഉണ്ടാവും. കൂടെ കുട്ടിയിലും മാറ്റങ്ങൾ വരുന്നത് കാണാം. കുട്ടിയെ കാണുമ്പോ എന്തു പറയാന്നറിയോ? ഈ നല്ല ബെസ്റ്റ് ആടാ, ഈ നല്ല സൂപ്പർ ആടാ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടം. ഇതേപോലെ ഇങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞു നോക്കി. ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാല് എന്താവുന്നറിയോ? ഭയങ്കര ഹാപ്പി ആവും മക്കള്. പതിയെ 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 അവർക്ക് എത്ര വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും തട്ടിക്കയറി സംസാരിക്കുന്നുണ്ടെങ്കിലും അത് അവർ മാറ്റും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇവൻ എന്താ ഇങ്ങനെ എന്നുള്ള തോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ പാരൻസ് എന്തായാലും മാറ്റം കൊണ്ടുവരണം. നിങ്ങൾ അപ്ഡേറ്റ് ആയേ പറ്റുള്ളൂ. നിങ്ങളുടെ പാരന്റിങ്ങിലായിക്കോട്ടെ, പഠിപ്പിക്കുന്ന സ്റ്റൈലിലായിക്കോട്ടെ, എന്തും. പിന്നെ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കുട്ടി എങ്ങനെങ്കിലും ആയിപ്പോവോ എന്നുള്ള തോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവും. ആ ചിന്തകൾ കൊടുക്കണ്ട. എനിക്കേ പഠിക്കാൻ പറ്റിയില്ല, ഇനി ഇജയെങ്കിലും പഠിച്ചോ എന്നുള്ള നിങ്ങൾ പറയണ്ട. അവരായിട്ട് ജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ആക്കിയിട്ട് വിടാം. മക്കള് മക്കളായിട്ട് തന്നെ ജീവിക്കട്ടെ. പക്ഷെ നിങ്ങൾ എല്ലാം ഫ്രീ ആക്കി വിട്ടിട്ട് ഞാൻ ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരെ കൂടെ ഇരുന്ന് അവർക്കൊരു ക്വാളിറ്റി ടൈം നിങ്ങൾ കൊടുക്കണം. അവരെ കൂടെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇരിക്കണം. കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ LKG UKG 1, ഈ 3, 2, ഈ 4 വർഷം നിങ്ങൾ അവരെ കൂടെ ഇരുന്നിട്ട് അവരെ ഏതെല്ലാം രീതിയിൽ പഠിപ്പിക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്, അവരെ മെന്റേഴ്സിനെ ഏൽപ്പിക്കാം. കാരണം എന്തും ചെയ്യാം നിങ്ങൾക്ക്. അവർക്കൊരു മെന്ററെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കാം, നല്ല സ്കൂൾസിൽ കൊണ്ടുവിട്ടിട്ട് പഠിപ്പിക്കാം. പക്ഷെ ഇവിടൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങ് ഫ്രീ ആയി ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചോളണമെന്നില്ല. ഓക്കെ, ഏതെല്ലാം രീതിയിൽ എന്റെ കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു അതിലൊന്നും ക്യാഷിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഒരു കുട്ടി ഒരു മെന്റർ കയ്യിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയി. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ അത്ര പോലും, കാരണം നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. നമ്മൾ ഒരു പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാന് എന്റെ പാരന്റ്സ് ഒക്കെ ഇപ്പൊ പാരന്റിങ് പഠിച്ചിട്ടാണോ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയ നമ്മൾ തോട്ട് വെക്കാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ സ്കൂളിൽ വിടുന്നത് പഠിക്കാനാണല്ലോ, ഇനിയിപ്പോ വേറൊരു മെന്റർ എന്നുള്ള ഒരു തോട്ട് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു കല്യാണം വരുമ്പോ, ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ നമ്മൾ 3000-4000 രൂപയുടെ ഡ്രസ്സ് കാര്യങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വേദന വരാറില്ല. ഇവർക്ക് അറിവ് കൊടുക്കുന്ന സമയത്ത് നമ്മളായാലും നമ്മുടെ അറിവ് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ആ ഒരു സംഭവം നിങ്ങൾ തോട്ട് കൊടുത്തിട്ട് എപ്പോഴെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതി. കാരണം നമ്മളൊരു അച്ചാർ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും യൂട്യൂബ് നോക്കാറുണ്ട്, നമ്മൾ ആ കോഴ്സ് ജോയിൻ ചെയ്തിട്ട് തന്നെ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. നമ്മളൊരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ പല കോഴ്സുകളും ജോയിൻ ചെയ്തിട്ട് പഠിക്കാറുണ്ട്. ഈവൻ ഒരു മുളകിന്റെ തൈ പോലും നമ്മൾ നടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെ കായ്ക്കും, എങ്ങനെയാണ് എന്നുള്ളത് യൂട്യൂബ് നോക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ കോഴ്സുകൾ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല?
അതൊരു ചോദ്യം തന്നെയാണ്. പഴയ പാരന്റിങ് രീതിയെ അല്ല പുതിയത്. കാരണം നമ്മുടെ മക്കൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ്. പഴയ പഴയ പോലെ തന്നെ ദേശത്തിന്റെ ഭാഷയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്റെ പാരന്റ്സ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കും. പക്ഷെ അവര് നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് അവരെ സോപ്പിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കണം എന്നുള്ളതല്ല, ഇവരെ നമ്മൾ ചേർത്ത് ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ഒരു ഹീലറായിട്ട്, ഒരു മെന്ററായിട്ട് ഓരോ പാരന്റും ഇവരെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ ഒരു വേണ്ടാത്തരത്തേക്കും പോകില്ല. എല്ലാ കാര്യത്തിലും ഇവരിങ്ങനെ മുറുക്കി പോരിപ്പോ ഒരു മണല് നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? അയച്ചു പിടിച്ചു കഴിഞ്ഞാല് അത് ഇതിൽ കൂടെ ഒക്കെ ചോർന്നു പോകും. അങ്ങ് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ വേദനിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ മക്കളിലും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് അങ്ങ് പലപ്പോഴും ഹോസ്റ്റലിൽ ഇവിടെയൊക്കെ കൊണ്ടാക്കിയ കുട്ടികൾ ചീത്തയായി പോകാറുണ്ട്. പല കുട്ടികളും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവര് വീട്ടില് ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ ചിലപ്പോ നമുക്കത് ഫീൽ ചെയ്യൂല. നമ്മുടെ കുട്ടികളല്ലേ, അപ്പൊ നമുക്കത് ഫീൽ ചെയ്യൂല. പക്ഷെ ഇവിടെ നിന്ന് കിട്ടാത്ത പല ഫ്രീഡം അവിടുന്ന് കിട്ടുമ്പോ ഇവരങ്ങ് പൊട്ടിപ്പോവാണ്. ആ ഒരു പ്രശ്നമാണ് ഇവർക്ക് വരുന്നത്. ആ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടില് നമ്മുടെ മക്കളെ കൂടെ തന്നെ ഇരുന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവരെല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് തുറന്നു പറയാൻ തുടങ്ങും. നല്ലൊരു ഫ്രണ്ട് ആവാൻ നിങ്ങൾ ആദ്യം പഠിക്കുക. കുട്ടികളുടെ നല്ല ഫ്രണ്ട് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ആ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം കുഞ്ഞുനാളിൽ ഇവര് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയും. പല കാര്യങ്ങളും പറയാറുണ്ട്. ഇന്ന് സ്കൂളിൽ അങ്ങനെ ഉണ്ടായി, സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി, അവനതാക്കി ഇവനിതാക്കി. അപ്പൊ ഒക്കെ നമ്മൾ വലിയ ആകാംക്ഷയോടെ LKG UKG 1ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോ ഇവരെങ്ങനെ നമ്മൾ അങ്ങനെ കേൾക്കാനുള്ള ഒരു സമയമൊന്നും കൊടുക്കാണ്ടായി. പലപ്പോഴും നമ്മൾ ബിസി ആയി പോകും. മക്കൾ പറയുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പല വീട്ടുകളിലും ഭയങ്കര പടായിരിക്കും. ചില കുട്ടികളെ നമ്മൾ അകത്തേക്ക് പോലും കയറ്റാറുണ്ടാവില്ല. സ്കൂള് വിട്ട് വന്നതാണ്, കുളിക്കാണ്ട് കയറാൻ പറ്റൂല എന്ന് പറയുന്നത് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം. അവർ സ്കൂളിൽ ഒരുപാട് ടൈം ഇരുന്ന് വിശന്ന് വരികയായിരിക്കും ചില സമയത്തൊക്കെ. അപ്പൊ ഒക്കെ നമ്മൾ അവർക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇന്ന് എന്തേ ഉണ്ടായി എന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ച് ആ ചായ കുടിക്കുന്ന സമയവും അതൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നുള്ളതൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട മീൻസ് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അവർക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ. ഇന്ന സമയത്ത് ആവുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ച് തീർന്നിട്ട് വരിട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഫാമിലി കൂടാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫാമിലി കൂടുന്ന സമയത്ത് ഒക്കെ തീരുമാനം എടുക്കുക. ഇന്ന സമയത്താണ് ഫോൺ യൂസ് ചെയ്യുക, ഇന്ന സമയത്ത് നമുക്ക് പഠിക്കാം, ഇന്ന സമയത്ത് നമുക്ക് കളിക്കാം. ഇങ്ങനെയൊക്കെ ആവുമ്പോ എന്താ ഉണ്ടാവുക അറിയോ? എന്റെ പാരന്റ്സിനെ എനിക്ക് എല്ലാത്തിനും കിട്ടുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ടാണ് എന്റെ ഉമ്മ, എന്റെ അമ്മ എന്നുള്ളത് മക്കളൊക്കെ പറയാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ നല്ലൊരു ഫ്രണ്ട് ആയി കഴിഞ്ഞാല് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവര് കൂടെ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകമായിട്ടും ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം എന്താ വെച്ചാല്, ഒറ്റ സെക്കൻഡ് കേട്ടോ, എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഈ പുരുഷന്മാരുണ്ടല്ലോ, വാപ്പമാര് എത്ര പാവായിട്ടും എത്ര നല്ല സ്വഭാവമായി കഴിഞ്ഞാലും കാര്യമില്ല മീൻസ് ഓക്കെ ആണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇവരുടെ സ്വഭാവം, ഇവരുടെ ഹൃദയം വിശാലമല്ല, ഇവരുടെ മനസ്സ് വൃത്തി ഇല്ലാത്ത മനസ്സാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്തുള്ള പെരുമാറ്റം, വീട്ടിൽ മറ്റുള്ളവരുടെ അടുത്തുള്ള പെരുമാറ്റം ഒക്കെ മോശമായി കഴിഞ്ഞാൽ ആ വീട് ഒരു നരകതുല്യമാവൂലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആ വീടൊരു സ്വർഗമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മക്കൾക്ക് സമാധാനം ഉണ്ടാവും, ഹസ്ബൻഡുമാർക്ക് സമാധാനം ഉണ്ടാവും, വീട്ടിൽ മറ്റാളുകൾക്ക് സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ മാറ്റം കൊണ്ടുവരാം നിങ്ങളുടെ ലൈഫില്. എല്ലാരടുത്തും സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം കൊടുക്കുള്ളൂ ഞാന് എന്നുള്ളത് ആദ്യം നിങ്ങളത് മനസ്സിൽ തീരുമാനിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കുട്ടികളെ പോലും നിങ്ങൾ എന്ത് ചെയ്യാറ്, ഉള്ള കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. കുഞ്ഞു കുഞ്ഞു കാര്യത്തിനായിക്കോട്ടെ മക്കളെ അത് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവർ രാവിലെ നീറ്റ് ഉടനെ തന്നെ അവരെ കൊണ്ട് തന്നെ ആ ബെഡിൽ തന്നെ പറയിപ്പിക്കാം, ആ ബെഡിൽ നിന്ന് തന്നെ പറയിപ്പിക്കുക, ഓ അല്ലെ അൽഹംദുലില്ലാ പുതിയൊരു ദിവസം തന്നതിന് നന്ദി, ഈ ദിവസത്തിൽ എന്നെ ജീവിച്ച പടച്ച റബ്ബിന് നന്ദി എന്നുള്ളത് പറയാം. കാരണം നമ്മുടെ കൂടെ ഒരുപാട് പേര് ഉറങ്ങിയിട്ടുണ്ടാവും, ഒരുപാട് പേര് കിടന്നിട്ടുണ്ടാവും, അപ്പോൾ നീക്കാൻ പറ്റാത്തവരുണ്ടാവും, അസുഖം ബാധിച്ചവരുണ്ടാവും. ആ ഒരു പുതിയ ദിവസം തന്നല്ലോ, ഇത് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ദിവസം പറയാം. പിന്നെ അവർ വിളിച്ചുണർത്തുന്ന രീതി, രാവിലെ തന്നെ ചൂടായിക്കാണ്ട്, രാവിലെ കുട്ടികളാണ് ലേറ്റ് ആയി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും, ലേറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ വിളിച്ചാൽ അവർ നീക്കൂല, മദ്രസയിൽ പോകുന്നവരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അതിപ്പോ രാവിലെ നേരത്തെ വിളിച്ചാൽ അവർ നീക്കൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൂളായി കാമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ സമാധാനത്തോട് കൂടിയിട്ട് വിളിക്കുക. അതിന് ഒരു 6 മണിക്കൊക്കെ മദ്രസയിൽ പോകുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ 5:30-ക്കെങ്കിലും നീറ്റാലേ ടൈം ഉണ്ടാവുള്ളൂ. ഈ 5:30-ക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ ഈ പാരന്റ്സ് എപ്പോ നീക്കണം? ഈ പാരന്റ്സ് 5:30-ക്ക് നീറ്റൂടടാന്നും പറഞ്ഞ് അടിച്ച് വിളിച്ചിട്ട് കാര്യമില്ല. അവരുടെ ആ ദിവസം മുഴുവൻ കൊളായി. ആ അവര് പോലും അറിയാണ്ട് ആ ദിവസം അവർക്ക് ഒരു ഹാപ്പിനെസ്സും കണ്ടെത്താൻ പറ്റൂല. ആകെ ഒരു വല്ലാത്ത മൂഡായിരിക്കും, ഫുൾ നെഗറ്റീവ് എനർജിയാണ് രാവിലെ തന്നെ അവരിൽ കയറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് ഒന്ന്, പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ വളർത്താൻ ആർക്കും പറ്റും, നല്ല രീതിയിൽ കുട്ടികളെ വളർത്തി കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഉമ്മയുടെ കാലടിവാതിൽ സ്വർഗം എന്ന് പറയുന്നുണ്ടാവുക എന്നുള്ള. അത് എന്തുകൊണ്ടാ? ഒരു കുട്ടിയെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം പാരന്റ് ആവാൻ ആർക്കും പറ്റും, കുട്ടികളെ വളർത്താനും ആർക്കും പറ്റും. ആ കുട്ടികളെ നല്ല രീതിയിൽ ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ഒരു ഹീലറായിട്ട്, ഒരു മെന്ററായിട്ട്, അതുപോലെ ഒരു ഫ്രണ്ട് ആയിട്ട്, ഇങ്ങനെ ഒരു കുട്ടിയെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ക്ഷമ വേണം, ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നല്ലോണം വേണം. ഇതെല്ലാം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാം. അങ്ങനെ ആവുമ്പോ അതുകൊണ്ടായിരിക്കാം എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ക്ഷമയുള്ള വ്യക്തികളാവുക. ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഷ്യം വരും, പക്ഷെ ഇവര് നിങ്ങളുടെ ഹൈറ്റിൽ നിന്നിട്ടും ഈ കുട്ടികളെ നോക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റൂല. പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിൽ കാണുമ്പോൾ വലിയ ആളുകളുടെ കണ്ണിലാണ്, പക്ഷെ കുട്ടികളുടെ കണ്ണിലൂടെ കാണുമ്പോൾ അത് കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരിൽക്കൊന്ന് കുനിഞ്ഞു നിന്നിട്ട് ഇവരെ കേൾക്കാനും ഇവരുടെ കാര്യങ്ങളും പറയാനും നിങ്ങൾ നോക്കുക. അപ്പൊ എന്താവും, അപ്പൊ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റും. അല്ലാണ്ട് നിങ്ങള് വലിയ രീതിയിൽ വലിയ ആളുകളായിട്ട്, നിങ്ങളുടെ ഏജ് അല്ലല്ലോ അവർക്ക്, അത് ചിന്തിച്ചാൽ മതി. ഇവർ തെറ്റ് ചെയ്യുമ്പോ എന്റെ ഏജ് അല്ലല്ലോ, അവൻ കുട്ടിയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് കുട്ടികൾ വലുതാവും, അതറിയാലോ. ഓരോ വർഷം കഴിഞ്ഞു പോകുന്നത് എത്ര പെട്ടെന്നാണ്. 2025 ഇവിടെ വരാറായി. അപ്പം അങ്ങനെ ആവുമ്പോ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു 10, 11, 12, +1, +2 ഒക്കെ എത്തുമ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചുറ്റുപാടുകളായി. അവരുടെ പഠിത്തം, അവരുടെ സ്കൂള്, ട്യൂഷന് കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മളെ കേൾക്കാൻ പോലും ഇവർക്ക് സമയമില്ലാത്തൊരവസ്ഥ വരും. ആ സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവർക്ക് സമയം കൊടുക്കണം. കുട്ടിക്കാലത്ത് അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് സമയം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് വലുതായി കഴിഞ്ഞാൽ നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഉള്ള സമയം അവർ കണ്ടെത്തും. അല്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടെത്തേണ്ടല്ല, അവർക്ക് അതിന് തോന്നൂല. അപ്പോ അതിന് വേണ്ട കാര്യങ്ങൾ വെച്ചാൽ ക്വാളിറ്റി ടൈം കൊടുക്കുക, എല്ലാവരുടെ ഫാമിലി ടൈം കൂടെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്നെ എത്ര വലുതായി കഴിഞ്ഞാലും ആ സമയത്ത് എല്ലാവരും അവിടെ എത്തും, സംസാരിക്കാനും നമ്മളെ കേൾക്കാനും നമ്മൾ കേൾക്കാനും ഒക്കെ ഉള്ള ഒരു സമയം അവരും കണ്ടെത്തുന്നുള്ളതായ എത്ര തിരക്കാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മക്കളെ നല്ലൊരു ഫ്രണ്ട് ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക. നിങ്ങൾ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടന്നെ വേണം. അത് എങ്ങനെ ദേഷ്യപ്പെടണം? എല്ലാം അങ്ങ് ഫ്രീ ആക്കി വിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് അതും ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടാണ്. പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം കിട്ടാത്തത്, അത് വൈറ്റ് ആങ്കറിൽ നിന്നിട്ടായിരിക്കണം.
നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ കരുതലും തലോടലും സ്നേഹവും കൂടെ നിൽക്കുന്ന ഒരു പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് കേട്ടോ, അത് ചെയ്ത് എനിക്ക് തീരെ ശരിയായില്ല എന്ന് നമ്മളൊന്ന് ഒച്ചത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഫീൽ ചെയ്യൂല. ആ, ഞാനത് ചെയ്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടായത് എന്നുള്ളത് അതേ അവർ മനസ്സിലാക്കുള്ളൂ. അതിൽ നിന്ന് കാര്യം അല്ലാണ്ട് ഏത് സമയത്തും ദേഷ്യപ്പെടുന്ന, ദേഷ്യത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരു പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഉമ്മ എന്നും അങ്ങനെ തന്നെ, അത് ഇത്രയുള്ള കുറച്ച് പറഞ്ഞാണ് നിർത്തിപ്പോയിക്കോളും, ആ ഒരു മൈൻഡ് ആയിരിക്കും. വാപ്പ ആയാലും അങ്ങനെ. പക്ഷെ പലപ്പോഴും വാപ്പമാര് പറയുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം, കാരണം അവരെപ്പോഴും ദേഷ്യപ്പെടാറില്ല. അത്യാവശ്യം എന്തെങ്കിലും കാണുമ്പോൾ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് പെരുമാറാറും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാ. പക്ഷെ പല ഉമ്മമാർക്കാണ് പലപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മക്കളുടെ കൂടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഉമ്മമാരാ. ഈ ഉമ്മമാരെന്ത് ചെയ്യുക, ക്ഷമ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചെയ്യുക. പാരന്റിങ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം നമ്മൾക്ക് അറിവ് കിട്ടുന്നോ അവിടുത്തെ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ നമ്മുടെ ഇത് കൂടെ കേട്ടിട്ട് ഇത് കൂടെ വിട്ടയക്കാണ്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ആദ്യം റെഡി ആക്കിയിട്ട് ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവൂല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളതാ. നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഇപ്പൊ ടു ഡു ലിസ്റ്റ്, അവർ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇന്ന് റീൽസ് കാണൂല, എന്ന് അതിന് സമയം കണ്ടെത്തി, ഇതിന് സമയം ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്താണ്ട് നമ്മുടെ സെൽഫിനെ തന്നെ പറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെ നിൽക്കൂല. പലപ്പോഴും അത് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരിത് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ. 21 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഡേ 1 ഡേ 2 പറഞ്ഞിട്ട് ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ വർക്കുകൾ മുന്നോട്ട് പോകാം. അതിൽ നിങ്ങൾ മക്കളെ കൂടെ ഇരിക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഉള്ള സമയം കണ്ടെത്തുക. നിങ്ങൾ അതുപോലെ തന്നെ മക്കളെ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള തോട്ട് കൊടുക്കുക. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം, ഗെയിംസ് നമുക്ക് തന്നെ ആഡ് ചെയ്യാം. ചെറിയ പിള്ളേരെ ഇപ്പോ 2-3 വയസ്സായ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരുപാട് വൊക്കാബുലറീസ് ഉണ്ടാക്കി കൊടുക്കാം. സിമ്പിളാണ് കാര്യങ്ങൾ. അവരെ കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ ബോഡി പാർട്സ് നമുക്ക് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. 6 മാസം ആകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ പറയാൻ തുടങ്ങും. കാരണം പറയൂല, പക്ഷെ അതിന്റെ ഐസ് എവിടെയെന്ന് ചോദിച്ചാൽ ഐസ് കാണിച്ചു തരാൻ തുടങ്ങും. കാരണം 1 വയസ്സാകുമ്പോഴത്തേക്ക് സെറ്റ് ആവും ബോഡി പാർട്സ് ഒക്കെ. കാരണം എന്താ വെച്ചാൽ ഐസ് ക്ലോസ് ചെയ്യേ, നിന്റെ ഹെഡ് കാണിക്ക്, നിന്റെ ഹാൻഡ് എവിടെ, ലെഗ് എവിടെ, ഇതൊക്കെ ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇങ്ങനെ 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 നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കിയാൽ മതി. അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് കുത്തിയിരുത്തി LKG കയറിയിട്ട് കുത്തിയിരുത്തി പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്കും അത് വലിയ ഭാരമായിട്ട് മാറുന്നത്, നമ്മൾക്കും അത് ഭാരമായിട്ട് മാറുന്നത്. പിന്നെ എന്ന് പറഞ്ഞാല് ബെസ്റ്റ് ഫസ്റ്റ് അതൊന്ന് മാറ്റാം. അവരെന്താണോ അവർക്ക് പറ്റുന്നത് പഠിപ്പിക്കണ്ട എന്നുള്ളത്, പഠിപ്പിക്കണം നിങ്ങള്. പക്ഷെ ഫസ്റ്റ് കിട്ടാനും ബെസ്റ്റ് ആവാനും വേണ്ടിയിട്ട് നിങ്ങൾ മത്സരിക്കരുത്. അങ്ങനെ ആവുമ്പോഴാണ് കുട്ടികൾക്ക് താങ്ങാൻ പറ്റാണ്ടിരിക്കുക എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അവരെ കൂടെ ഇരിക്കാം. പക്ഷെ 1 വട്ടം പറഞ്ഞു കൊടുത്താലും 2 വട്ടം പറഞ്ഞു കൊടുത്താലൊന്നും ചില കുട്ടികൾക്ക് മനസ്സിലാവൂല. അപ്പൊ എഴുതിപ്പിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെടുത്ത് കുറച്ച് എഴുതുമ്പോൾ അവരെ മടുക്കും. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. വേറെ നിങ്ങൾക്ക് ഒരു A4 ഷീറ്റിലൊക്കെ എഴുതിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അതും ഒന്ന് ട്രേസ്. കുഞ്ഞു കുട്ടികളല്ലേ, നമ്മൾ പറയുന്നത് നമുക്കത് എല്ലാം പഠിക്കുക എന്നുള്ളത് നിങ്ങൾ പറയണ്ട. നമ്മൾ കളിക്കടാ നമ്മൾ. അപ്പോൾ 2-3 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ സിമ്പിളാ, പെട്ടെന്ന് കുട്ടികൾ പഠിച്ചെടുക്കും. എങ്ങനെയാ വെച്ചാൽ ഈ ചെറിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, വലിയ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ ആളെ പഠിപ്പിക്കാൻ നമ്മൾ എല്ലാവരും കൂടെ ഒരു കളി കളിക്കുക, ഒരു ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ഇരുന്ന് നോക്കുകയും പെട്ടെന്ന് മക്കള് സെറ്റായിട്ട് പഠിക്കുന്നുള്ളതാണ്. അപ്പോ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾ ഒരേ ലെവലിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ അതിൽ നിന്നും ഒരു ചേഞ്ച് വരുത്താം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു ഫ്രണ്ട് ആവുക, നല്ലൊരു ഹീലർ ആവുക. പിന്നെ ശാസ്ത്രജ്ഞന്റെ കണ്ണോട് കൂടിയിട്ട് നിങ്ങൾ കുഞ്ഞുനാളിൽ കയ്യിൽ കിട്ടിയപ്പോ കയ്യാ വളരുന്ന കാലാ വളരുന്ന എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നോക്കാം. ഒരു റഹ്മാനും റഹീമും ആയിരിക്കാം, കരുണയും കാരുണ്യവും നമ്മൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കാം. നല്ല രീതിയിൽ നമ്മൾ മക്കളെ വളർത്തി കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് എവിടേക്കും പോവില്ല. അവര് ഒരിക്കലൊരു വഴി തെറ്റി അവര് പോവില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് മാറ്റാൻ നിങ്ങൾ ആരെയും
നിൽക്കണ്ട, നിങ്ങൾ സ്വയം മാറിയാൽ മതി. നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ, സ്നേഹവും കരുതലും തലോടലും കൊടുക്കുക. സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഈ നല്ലൊരു ചിരി ഉണ്ടല്ലോ, ഏത് സമയത്തും നിങ്ങൾ ചിരിച്ചോണ്ട് മക്കളുടെ അടുത്ത് സംസാരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ചിരിച്ചോണ്ട് സംസാരിക്കുക. നിങ്ങളുടെ ഹാപ്പി ഫേസ് ആയിരിക്കണം അവരെപ്പോഴും കാണേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് കുട്ടികളെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ PMൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇൻഷാല്ല നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെഷൻസ് വെക്കാം. അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാക്സിമം അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. പല ക്ലാസ്സസും നമ്മൾ യൂട്യൂബിലായാലും സൂമിലായാലും അവിടെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വിട്ട് കളയാണ്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എപ്പോഴും എന്താവുന്നത്, ഓരോ അറിവും അതൊരു അറിവായിട്ട്, അറിവിൽ നിന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അറിവായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നോ അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. സ്നേഹവും കരുതലും തലോടലും എല്ലാം നിങ്ങൾ കൊടുക്കുക. ആരും നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട, നിങ്ങൾ സ്വയം മാറുക. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവരും മാറും കേട്ടോ. ഓക്കെ, താങ്ക് യു.